പുതിയൊരു തലമുറ മാറ്റം കൂടി അല്ലെങ്കിൽ അടുത്ത തലമുറ കൂടി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നതാണ്. നടനും നിർമ്മാതാവും തമിഴ്നാട് യുവജനക്ഷേമ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഇൻപനിധി ഉദയനിധി സ്റ്റാലിൻ സിനിമയിലേക്ക് എത്തുകയാണ്. അച്ഛന്റെ വഴിയെ മകനും സിനിമയിൽ സജീവമാകുന്നത് തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയുമാണ്. സിനിമ വഴി രാഷ്ട്രീയം എന്നതാണ് എപ്പോഴും നമ്മൾ തമിഴകത്ത് കാണുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത തലമുറ കൂടി സിനിമാ വഴിയെ രാഷ്ട്രീയ വഴിയെ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തമിഴ് സിനിമയിലേക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ കൂടി. അച്ഛന് പിന്നാലെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് ഇൻപനിധി ഉദയനിധി സ്റ്റാലിൻ. സംവിധായകൻ മാരി സെൽവരാജ് ഒരുക്കുന്ന ചിത്രത്തിലൂടെയാണ് ഇൻപനിധി നായകനായി എത്തുന്നത്. നാടകാഭിനയ ശില്പശാലകളിൽ ഇൻപനിധി പങ്കെടുക്കുന്നതിന്റെ വീഡിയോ അടുത്തിടെ പുറത്തുവന്നിരുന്നു. ഉദയനിധി സ്റ്റാലിൻ 2008 ആരംഭിച്ച നിർമ്മാണ വിതരണ കമ്പനിയായ റെഡ് ജെയിൻസ് മൂവീസിന്റെ സിഇഒ ആണ് 21-കാരനായ ഇൻപനിധി സ്റ്റാലിൻ. 2012 സിനിമയിലെത്തിയ ഉദയനിധി സ്റ്റാലിൻ 2021 രാഷ്ട്രീയത്തിൽ സജീവമാകുകയും MLA ആയതും. DMK-യുടെ സമ്മേളനങ്ങളിലും സർക്കാരിന്റെ പ്രധാന പരിപാടികളിലും ഇൻപനിധി ഉണ്ടാകാറുണ്ട്. ഇളയരാജയെ ആദരിച്ച ചടങ്ങിൽ രജനീകാന്തിനൊപ്പം ഇൻപനിധിക്ക് മുൻനിരയിൽ കസേര നൽകിയത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.